അതിൻ്റെ അത്രയല്ല മീക്കായിൽ, അതിൻ്റെ അത്രയല്ല ഇസ്രാഫീൽ, അതിൻ്റെ അത്രയില്ല ഇസ്രായേൽ. ആ ഇസ്രായേലിനെ പേടിച്ചിട്ടാണ് നമ്മൾ ഈ സുന്നി ബാബി ഒക്കെ ജീവിക്കുന്നത്. എന്തുകൊണ്ട്? നമ്മളെ കൽബിൽ ആരില്ല. മുഹമ്മദ് എന്നൊരാൾ ഉണ്ടായാൽ പിന്നോട്ട് പേടിയോടാ. എൻ്റെ ബാപ്പാക്ക് മരിക്കാൻ പേടി ഉണ്ടായിട്ടില്ല. ആ ആളെ കൽബിൽ ജിബ്രീൽ പേടിച്ച ആളുണ്ട്. എൻ്റെ കൽബിലോ പക്ക വഹാബി സുന്നിയാണ്. എൻ്റെ കൽബിൽ മുഹമ്മദ് എന്നൊരാളുണ്ടെങ്കിൽ പിന്നെ അത്ര പേടി. പണ്ടുള്ളവർക്ക് ഒന്നുമില്ല. ഒരു ബാക്കവിയും ദാരിമിയും പൈസയും കാസിമിയും അല്ല. ഒരാരാണ്? മുഅ്മിനാണ്. ഒരു കൽബിൽ ആരുണ്ട്? മുഹമ്മദ് എന്നാൾ പാർത്തിട്ടുണ്ട്. മുഹമ്മദ് എന്നാളെ പേടിച്ച ആളാണ് ആര്? ജിബ്രീൽ. എന്ത് പേടിച്ചു? ഇവിടെ നാട് കടക്കാൻ എനിക്ക് കഴിയൂല, ഞാൻ എസ്കേപ്പ് ആകുകയാണ്. നീ തഖദ്ദം, നിങ്ങൾ പോയിക്കോളി, ചലോ ചലോ. فهو تجلي الذات بل هو عينها فملك العليم منها كذا ملكوته. അമൃതത്തിൽ നിന്നാണല്ലോ ആ ഔന്നത്യത്തിന്റെ അധികാരമണ്ഡലം. കഥാ ഇപ്രകാരം മലക്കൂത്തി ലോകമൊക്കെ ഈ മുഹമ്മദിൽ നിന്നുണ്ടായതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ ഒക്കെ അപ്പുറത്തല്ലേ കുഞ്ഞുമോനെ അർശ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അർശ് പോലും ആ കാലി ചവിട്ടാൻ വേണ്ടി കുനിഞ്ഞു നിന്നെടുത്തു, താഴ്മ കാണിച്ചു കൊടുത്തു എന്നല്ലേ കഴിഞ്ഞ ബൈത്തിൽ പറഞ്ഞ്. പിന്നെ അടുത്ത لذاك سرى والفرش موطئ عليه يا الله كذا سرى والفرش موطئ عليه ومن هيبة قد انفنى عنه خذيت لذاك അതൊക്കെ കാണാനല്ലേ സറ ആ രാത്രി പോയത്? ചോദിച്ചതിന് മറുപടി ലിദാക, അതൊക്കെ ഒന്ന് കാണാനാണ്. അത് കാണാനല്ല, അതെപ്പോഴും കാണുന്ന ആളാണ് ഇയാൾ. അവിടെയൊക്കെ പോയിട്ട് അവർക്കൊരു സന്തോഷമായിക്കോട്ടെ. എന്തിനാണ് കുത്തുബിനെ അമ്മായിനെ പള്ളിയിലിരുന്നാൽ തന്നെ കാണും. പക്ഷെ അമ്മായിക്ക് കുത്തുബിനെ കാണണമെങ്കിൽ മനസ്സിലായില്ല. ഒരാളെ കുത്തുബിന്റെ മക്കാമിലെത്തിയ ആളാ, അയാൾക്ക് അർശ് വരെ കാണാൻ കഴിയും, പിന്നെ അമ്മായിനെ കാണാൻ കഴിയില്ലേ? മനസ്സിലായില്ല. അടുത്ത നാട്ടിലുള്ള അമ്മായിന്റെ പേരെയൊക്കെ ഇങ്ങനെ നോക്കാൻ കുത്തുബിന് കഴിയും. ഹുജുബ് ഉണ്ടാവില്ല, മറ ഉണ്ടാവില്ല. പക്ഷെ അമ്മായിക്ക് കുത്തുബിനെ കാണണമെങ്കിൽ പറയുടെ ചങ്ങായി കുത്തുബ് അവിടെ എത്തണല്ലോ എന്നതുപോലെയാണ്. നബി അതൊക്കെ എപ്പോഴും കാണും. ആ സ്ഥലത്തിന് നബിനൊന്ന് കാണണമെങ്കിൽ നബിയാണ് ചെല്ലണമല്ലോ. അങ്ങനെ പോയതാ. നമ്മൾ അല്ലാഹു അക്ബർ ലാ കബീറ സിവാഹു എന്ന ബൈത്തിന്റെ അവസാന ഭാഗത്തൊരു വരിയുണ്ട്. ഒരു വരി ഉണ്ടല്ലോ, അവിടെ ഉണ്ടല്ലോ ഒരു വരി, സിറാ സിറാ എന്ന് പറഞ്ഞൊരു വരിയുണ്ട് അതിന്റെ അവസാനം. അവർക്കൊക്കെ വലിയ സന്തോഷമായി. അങ്ങേ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പൊ നിങ്ങൾ നോക്ക്, അതിനെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ആ രാത്രി പോയത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിഅഖല്ല മിൻ ലഹ്ളത്തിൻ ദുനിയവിയ്യ, ദുനിയാവിലെ ഒരു സെക്കൻഡിനേക്കാൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതൊക്കെ കണ്ടുവന്നു. തലക്ക് കയറൂല. മനസ്സിലായില്ല? സയന്റിസ്റ്റിന് തന്നെ പറയുന്ന ഡൈമെൻഷൻസ് ഉണ്ട്. അപ്പൊ സയന്റിസ്റ്റിന് അറിയാത്ത ഡൈമെൻഷൻസ് എത്ര ഉണ്ടാവും? മനസ്സിലായില്ല? ഒരു കാലത്ത് സമയത്തെ കണക്കാക്കുക അങ്ങനെ, മനസ്സിലായില്ലേ? ഒരു കാലത്ത് സമയത്തെ കണക്കാക്കൽ ഇങ്ങനെയാണ്, പിന്നെ ഇങ്ങനെയാണ്. അന്ന് ഇങ്ങനെ അറിയില്ല. പിന്നെ കുറെ കാലം കഴിയുമ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ ഇങ്ങനെ സമയത്തെ കണക്കാക്കി. ഞാൻ അതിനും അപ്പുറത്തുണ്ട്. മനസ്സിലായില്ല? ഒരു കാലത്ത് സമയത്തെ കണക്കാക്കുന്നത് ഓടൽ, നടത്തം ഓടൽ എന്നതിൽ നിന്നാണ്. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മനുഷ്യൻ നീന്താൻ തുടങ്ങി. വെള്ളത്തിൽ നീന്തുന്ന പേടകങ്ങളെ ഉണ്ടാക്കി. അപ്പോൾ പിന്നെ ആ വഴിക്കും സമയത്തെ കണക്കാക്കി. അന്നൊന്നും ഏത് സമയം കണക്കാക്കലില്ല. ഇങ്ങനെ സമയത്തെ കണക്കാക്കൂല. 1902 എന്ത് ഏവിയേഷൻ വഴി സമയത്തെ കണക്കാക്കുന്നത്. അതായത് റൈറ്റ് ബ്രദേഴ്സിന്റെ മനസ്സിലായില്ല, വിമാനം ആദ്യമായി പറക്കുന്നത് 1902 അപ്പോൾ പിന്നെ ഇങ്ങനെ സമയത്തെ കണക്കാക്കാൻ തുടങ്ങി. ഇങ്ങനെ, മനസ്സിലായില്ല? എയർപോർട്ട് എന്ന സാധനം അക്കാലത്ത് ഇല്ല. മനസ്സിലാണ്ട് പറഞ്ഞത്? 2 പോർട്ടേ ഉള്ളൂ.
നടത്തത്തിന്റെ വഴി, പിന്നെ നീന്തുന്ന വഴി, 2 വഴിയേ ഉള്ളൂ. എന്തില്ല? പറക്കുന്ന വഴി ഇല്ല. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് പറക്കലിലേക്ക് മനുഷ്യലോകം വരുന്നത്. അതോടുകൂടെ നമ്മൾ പിന്നെയും സമയം കണക്കാക്കി. അപ്പൊ അതുവരെ സമയം കണക്കാക്കിയിരുന്നത്, ഉദാഹരണം പറയാ, 19ാം നൂറ്റാണ്ടില് മുഴുവനും സമയം കണക്കാക്കിയിരുന്നത് മക്കത്ത് പോവാന് 3 ആഴ്ച വേണം എന്നാണ്. 1902 ശേഷം 4.5 മണിക്കൂർ എന്ന് 5.5 മണിക്കൂർ എന്ന് കണക്കാക്കി. അപ്പൊ ആ ഡൈമെൻഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് ഡൈമെൻഷൻ വേറെ വരും. വന്നാൽ ഇല്ലെങ്കിലും ഡൈമെൻഷൻസ് ഉണ്ടാവും, മനുഷ്യൻ പ്രാപിച്ചാലും ഇല്ലെങ്കിലും. എയ്ഡ്സിന് മരുന്ന് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മരുന്നുണ്ടാവും. മരുന്നിറക്കാതെ രോഗം ഇറക്കൂല. മരുന്ന് ചിലപ്പോൾ ഡിസ്കവേർഡ് ആവും, ചിലപ്പോൾ ഡിസ്കവേർഡ് ആവൂല. എന്നാലും എന്തുണ്ടാവും? മനസ്സിലായില്ല? മരുന്നുണ്ടാവും. ചിലപ്പോൾ കണ്ടുപിടിക്കപ്പെടാം, ചിലപ്പോൾ കണ്ടുപിടിക്കപ്പെടാതിരിക്കാം. എന്തായാലും എന്തുണ്ടാവും? എന്തുണ്ടാവും? മരുന്നുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ അപ്പുറത്തും ഡയമെൻഷൻസ് ഉണ്ടാവും. അതിലെ ഏറ്റവും വലിയ ഡയമെൻഷനാണ് മുഹമ്മദ് മുസ്തഫാക്കെങ്കിൽ 1 സെക്കൻഡ് അധികമാണ്. എന്തിന്? ലോകറങ്ങി വരാന്. ഇപ്പോൾ ഇതൊക്കെ ആദ്യം നമ്മളെ പണ്ഡിതന്മാർ പറയുന്ന കാലത്ത് നമ്മളെ കളിയാക്കിയിരുന്നു. ഇപ്പൊ ഒരു കളിയാക്കൽ നിർത്തിയിട്ടുണ്ട്. കാരണം നമുക്കറിയുന്ന ഡയമെൻഷൻസ് വളരെ കുറവാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കാൻ ഇതിനപ്പുറത്ത് ഡയമെൻഷൻസ് ഉണ്ട്. ആളുകളെയും റൂഹ് പിടിച്ചു. അതെ, അങ്ങനെയുണ്ട്. വീട്ടിൽ നിന്ന് പോയിട്ടുമില്ല, വിരുന്ന് വന്നു. ഒരു നബിയുടെ വീട്ടിൽ ഈ ഇസ്രായേൽ അലൈഹിസ്സലാം വിരുന്ന് വന്നു. എന്നിട്ട് നേരെ വെളുക്കുമ്പോൾ പോയപ്പോൾ ചോദിച്ച്, നിങ്ങൾ ഇന്നലെ രാത്രി ഞാൻ ശ്രദ്ധിച്ചു, നിങ്ങൾ എവിടുക്കാൻ പോകണ്ടോ? നിങ്ങൾ എവിടേക്കും പോയിട്ടില്ല. അപ്പോൾ പറഞ്ഞു, അപ്പൊ എന്ത് പറഞ്ഞു? ഇതന്നെ, എനിക്ക് ദുനിയാവിൽ എല്ലാവരും വിളിക്കാൻ ഇതന്നെയാണ്, ഇതന്നെ, ഇവിടുന്ന് അനങ്ങണ്ട. 1000 ഉറുമ്പിന്റെ മുന്നിൽ യജമാനൻ ഇരുന്നു. അയാൾക്ക് ഇനി വണ്ടി എടുത്ത് ഫ്ലൈറ്റ് എടുത്ത് പോകണോ ഉറുമ്പിനെ പിടിക്കാൻ? ഇങ്ങനെ മനസ്സിലായില്ലേ? ചിന്തിക്ക്, തല കൊടുത്ത് ചിന്തിക്ക്. അസ്രായേലിന് അങ്ങനത്തെ ഡയമെൻഷനാണെങ്കിൽ അതിന്റെ അപ്പുറത്താണ് ആര്? മുഹമ്മദ് മുസ്തഫ. കാരണം ഇതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയ ജിബ്രീലിന് റസൂലുള്ളാഹിനെ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ അപ്പുറത്തെ റസൂലുള്ളാഹ്. അപ്പോൾ മിഅ്റാജ് നടക്കുന്നത് ലഹള ദുന്യവിയ. എഴുതി വെക്ക്. ചില പണ്ഡിതന്മാരെ വാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞത്, ഹദീസല്ല, പണ്ഡിത വാക്ക് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചാൽ മതി. ദുന്യവിയായ 1 സെക്കൻഡിനേക്കാൾ കുറഞ്ഞ നേരം കൊണ്ടാണ് എന്ത് നടന്നത്? മിഅ്റാജ്. അത് വേറെ ഡയമെൻഷനാണ്, ഏറ്റവും ടോപ്പ് ഡയമെൻഷനാണ്. അപ്പൊ ഈ ലോകമാകെ, ഈ ദുനിയാവാകെ 100 വട്ടം ചുറ്റിക്കറങ്ങുന്ന നേരത്തിന് 1 സെക്കൻഡ് മതിയാവും ആ ഡയമെൻഷനിൽ ഒരാൾക്ക്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഭയങ്കര സംഭവങ്ങളാണ്. പിന്നെ അങ്ങോട്ട് അതിനെല്ലാം സന്തോഷിക്കാനല്ലേ സറ അവിടുന്ന് ആ മിഅ്റാജിന്റെ രാത്രി നടത്തിയത്. വൽ ഫർശു മാദൂനൽ അർശി ഫർശുൻ. അൽ അർശു വൽ ഫർശു 2 എണ്ണേ ഉള്ളൂ, അർശും ഫർശും. അർശി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്ത് പറഞ്ഞു? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. വഖദ് ഖാല അൽ അർശുൽ മജീദു ലിവത്അത്തിൻ അതാക ഫഇന്നക ഫൗഖൽ കാഇനാതി സമാഉ. 2 തരം ആണുള്ളത്, അർശ് ഫർശ്. അർശാണ്. മാദുൽ അർശി ഫർശുൻ. അർശല്ലാത്തൊക്കെ ഫർശാണ്. നേരത്തെ വെക്ക. അപ്പൊ 2 എണ്ണേ ഉള്ളൂ ഓരോ ഇനത്തിൽ. അത് ഒരു ഇനാണ് അർശ് ഫർശ്. അർശാണ് ഏറ്റവും മേലുള്ളത്, ഫർശാണ് അതിന്റെ വായുള്ളത്. അവിടെയൊക്കെ നബി ചവിട്ടിയിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. ആ ലോകങ്ങളിലെല്ലാം വൽ ഫർശു, ഫർശ് അർശല്ലാത്തതെല്ലാം മൗത്തിഉൻ അലൈഹി, അവിടുത്തെ ചെരുപ്പിന് ചവിട്ടാനുള്ളത് മാത്രമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയാലേ എൻ്റെ തലയിൽ വെച്ച ആ ചെരുപ്പിന്റെ അടയാളത്തിന്റെ വിലജ് മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ടാണ് അവ്വലു മൻ ജഹറ ബിൽ ഖുർആൻ, മുസ്തഫ നബിയുടെ ചെരുപ്പ് അള്ളാഹിന്റെ ഹബീബ് മജ്ലിസിൽ കയറിയാൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ തൊക്കിൽ വെക്കും, ഇങ്ങനെ പിടിക്കും. അള്ളാഹിന്റെ റസൂലിന്റെ ചെരുപ്പെടുത്ത് നെഞ്ചത്ത് ഇങ്ങനെ വെക്കും. ആര്?
അവ്വലു മൻ ജഹറ ബിൽ ഖുർആൻ, ലോകത്താദ്യമായി പരസ്യമായി ഖുർആൻ ഓതിയ ആൾ ആര്? സയ്യിദുനാ ഇബ്നു മസ്ഊദ് പറ മുന്നേ. സയ്യിദുനാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ ഹൃദയത്തിന് മേലെ അങ്ങനെ അടക്കി പിടിച്ചു വെക്കും, പൊതിഞ്ഞിട്ട് മുസ്തഫ നബിയുടെ ചെരുപ്പ്. എന്ത് അർശ് ഈ കാല് ചവിട്ടാൻ വേണ്ടി താന്നു കൊടുത്തിട്ടുണ്ട്, ഫർശിൽ ഈ ചെരുപ്പ് ചവിട്ടിയിട്ടുണ്ട്. അതിന് മാത്രമേ ഈ ദുനിയാവ് ആകുള്ളൂ. ഈ ലോകമാകെ മുഹമ്മദ് നബിയുടെ ചെരുപ്പൊക്കെ മാത്രമേ ഉള്ളൂ. ഇതന്നെയാണ് അഹ്ലു സുന്നയുടെ വിശ്വാസം എന്നറിയാം. അതൊക്കെ കുറച്ച് ഏറെയാണ് പറയണോൻ സുന്നി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കള്ളനായ സുഹാബിയാണ്. സുഹാബികൾ അധികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഞാൻ അപ്പുറത്തേക്ക് ഞാൻ പോകുന്നില്ല, പോയാൽ പിന്നെ നാശാവും. അവരൊക്കെ പിന്നാലെ പോയാൽ ഞങ്ങളെ ഒരു നാശാക്കും. അള്ളാഹു തആല കാത്തി രക്ഷിക്കട്ടെ. മുൻഗാമികളായ സ്വാലിഹ്യങ്ങളിലേക്ക് മടങ്ങിക്കൊള്ളിയില്ലെങ്കിൽ നിങ്ങൾ ഇവരെ ഈ ആധുനിക സുന്നി മൂല്യക്കന്മാരിൽ പലരും നിങ്ങളെ നശിപ്പിക്കും. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അങ്ങോട്ട് അസ്ലിലേക്ക് മടങ്ങിക്കൊള്ളി, മുല്ലക്കോയ തങ്ങളത്തേക്ക് മടങ്ങുക, പാങ്ങിൽ അഹമ്മദ് മുസ്ലിലേക്ക് മടങ്ങുക, ഉമർ ഖാദിയിലേക്ക് മടങ്ങുക, മഖ്ദൂമിലേക്ക് മടങ്ങുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിലേക്കൊക്കെയാണല്ലോ ആ രാത്രി പോയത്. അർശ് അവിടുന്ന് ചവിട്ടാൻ താഴ്ന്നു കൊടുത്തിട്ടുണ്ട്. ഫർശോ അവിടുത്തെ ചെരിപ്പ് ചവിട്ടാനുള്ള സ്ഥലവുമാണ് ഫർശ്. അർശ് ചവിട്ടാൻ താഴ്ന്നു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് ചവിട്ടേണ്ട സ്ഥലമാണ് എന്ത്? അവർക്ക് ചവിട്ടാൻ മാത്രമേ ഉള്ളൂ എന്ത്? അർശും ഫർശും. ومن هيبة قد ثنى عنه خريت ومن هيبة പേടിയാൽ قد ثنى മെല്ലെ ഊർന്ന് പോയത് ഓർമ്മല്ലേ? അൻഹു ഇയാളെ വൈക്കൽ വിട്ടിട്ട് ഖിരീത്തുൻ നിപുണനായ വഴികാട്ടി പോലും. ആരുടെ വഴികാട്ടി? ജിബ്രീൽ. എസ്കേപ്പായി. ومن هيبة പേടിയുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ കടന്നാൽ ഞാൻ കരിഞ്ഞു പോകും. തീയിൽ ഇട്ട രോമം കരി പോലെ ഞാൻ കരി. മുത്തുനബിയെ എനിക്ക് ഇവിടുന്ന് കയ്യൂല, അപ്പുറത്തേക്ക് കയ്യൂല എന്ന് പറഞ്ഞു. ആര്? പേടിയാൽ ചുരുണ്ട് പോയത് ഓർമ്മല്ലേ? ബേക്കക്ക് പോയത് ഓർമ്മല്ലേ? മെല്ലെ ഇവിടുന്ന് എസ്കേപ്പായി. അനുഹു നബിയെ വിട്ടിട്ട് പോയി. ഖിരീത്തുൻ നിപുണനായ വഴികാട്ടി. ഒരാളെ പറഞ്ഞിട്ട് ആള് ഒരു സ്ഥലത്തെത്തിയപ്പോ ആളെ കാണാതെ എസ്കേപ്പായി. എന്നെ പേടിച്ചിട്ട്. ആര്? ആര്? ജിബ്രീല്. അതിൻ്റെ അത്രല്ല മീക്കായിൽ, അതിൻ്റെ അത്രല്ല ഇസ്രാഫീൽ, അതിൻ്റെ അത്രയില്ല ഇസ്രായേൽ. ആ ഇസ്രായേലിനെ പേടിച്ചിട്ടാണ് നമ്മൾ ഈ സുന്നി ബാബി ഒക്കെ ജീവിക്കുന്നത്. എന്തുകൊണ്ട്? നമ്മളെ കൽബിൽ ആരില്ല. മുഹമ്മദ് എന്നൊരാൾ ഉണ്ടായാൽ പിന്നൊന്ന് പേടിയോടാ. എൻ്റെ ബാപ്പൊക്കെ മരിക്കാൻ പേടി ഉണ്ടായിട്ടില്ല. ആ ആളെ കൽബിൽ ജിബ്രീൽ പേടിച്ച ആളുണ്ട്. എൻ്റെ കൽബിലോ പക്ക വഹാബി സുന്നിയാണ്. എൻ്റെ കൽബിൽ മുഹമ്മദ് എന്നൊരാളുണ്ടെങ്കിൽ പിന്നെ അത്ത പേടി. പണ്ടുള്ളവർക്ക് ഒന്നുമില്ല. ഒരു ബാക്കവിയും ദാരിമിയും പൈസയും കാസിമിയും അല്ല. ഒരാരാണ്? മുഅ്മിനാണ്. ഒരാ കൽബിൽ ആരുണ്ട്? മുഹമ്മദ് എന്നാൾ പാർത്തിട്ടുണ്ട്. മുഹമ്മദ് എന്നാളെ പേടിച്ച ആളാണ് ആര്? ജിബ്രീൽ. എന്ത് പേടിച്ചു? ഇവിടെ നാട് കടക്കാൻ എനിക്ക് കഴിയൂല, ഞാൻ എസ്കേപ്പ് ആകണം. തക്കത്തം നിങ്ങൾ പോയിക്കോളൂ. ചെല്ലോ ചെല്ലോ. അതെ 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 ഖത്താബ് പറഞ്ഞല്ലേ, ഞാൻ നിങ്ങളെക്കാൾ വലിയ ആളോട് പറഞ്ഞിട്ടുണ്ട് വണ്ടി പിടി. ഇദാ ജാഅനി ഫസ്അലാനി മൻ റബ്ബുക അസ്അലുഹുമാ ഫമൻ റബ്ബുകുമാ റബ്ബി മൻ റബ്ബി അഖ്ബർതു മൻ അഖ്യറ മിൻകുമാ നിങ്ങളെ ഖൈറ മിൻകുമാ നിങ്ങളെക്കാളും വലിയ ആൾക്ക് എൻ്റെ റബ്ബാരാന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇന്നോട് വെറുതെ നേരം കളയണ്ട, വണ്ടി വിട്ടോളി, ഞാൻ പറയും എന്ന് ആര്? സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ആൾ ഇവിടെ ഉണ്ടാകുമ്പോൾ എന്തിനാ പേടിക്കണം? ഞാനൊരിക്കൽ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിൽ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഒരു സംഘം ആളുകൾ കൊല്ലങ്ങൾക്ക് മുമ്പാണ് പോയി. അങ്ങനെ അവിടെ സിയാറത്ത് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു സാധുവായ ഒരു മനുഷ്യനെ കണ്ടു. ആ മുഖത്തിന്റെ പ്രകാശം കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ദ്വാർക്കണം, ഒരു മിസ്കീനാണെന്ന് പറഞ്ഞു. അപ്പം അയാൾ കിടക്കുന്ന ആളെ എണീറ്റ്, മിസ്കീൻ കൈഫ അൻത മിസ്കീൻ വഫീ ഖൽബിക മുഹമ്മദ്.
وكيف أنت تكون مسكين وفي قلبك رحمة للعالمين وقال في حقه وما أرسلناك إلا സർവ്വലോകത്തിനും അനുഗ്രഹദാതാവായ ഒരു മനുഷ്യനെ പടച്ചോൻ ഇവിടെ കുടിയിരുത്തി തന്നിട്ട് എങ്ങനെയാണ് മിസ്കിനാവുക? ഇതാ അന്ത മുസ്ലിം ലാ തഖുൽ അന മിസ്കിൻ മഖതൻ സാനിയ. ഒരു മുസ്ലിം ആണെങ്കിൽ മേലെ നീ നിന്നെ പറ്റി മിസ്കിൻ എന്ന് പറയാൻ പാടില്ല. മലയാളിയാണ്, എൻ്റെ ഇവിടെ ആരുണ്ട്, ലോകത്തെ ഏറ്റവും വലിയ റഹ്മത്തിന്റെ ഖജനാവ് പറയുന്നത്. കൈഫ അന്ത തഖുൽ മിസ്കിൻ, പിന്നെ എങ്ങനെയാണ് മിസ്കിനാവുക? പിന്നെ അതിന്റെ ശേഷം ഞാൻ പറഞ്ഞില്ല. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? നോക്ക് 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 നോക്ക്. إذا كسر والفرش موطيء عليه ومن هيبة قد ثنى عنه خريت. ചുരുണ്ട് മടങ്ങി ഒഴിവായി പോവുക, അതായത് നല്ല ഉഷാറിൽ പോകല്ല, മെല്ലെ ആ ഒഴിവ് കഴിവ് പറഞ്ഞിട്ട് പോകലാണ് ഇൻസന എന്ന് പറയാം. ചുരുണ്ട് മടങ്ങിയാൽ പോകുക. ആവൂലട്ടോ, ഒന്നും വിചാരിക്കരുത്, എനിക്കിതിനപ്പുറത്തേക്ക് ആവൂല എന്ന് പറഞ്ഞിട്ട് പോവുക. അത് കാണാനല്ലേ ആ യാത്ര, ആ രാത്രി പോയത്. മാദൂനൽ അർശായ ഫർശ് മുഴുവനും മൗതിഉൻ അലൈഹി, അവിടുത്തെ ചെരുപ്പിന്റെ സ്ഥാനം മാത്രമാണ്. വമിൻ ഹൈബത്തിൻ, ആ മഹാത്മാവിനോടുള്ള ഭയത്താലാണല്ലോ, ആ മഹാത്മാവ് വിട്ടുകിടക്കുന്ന സ്ഥലം ആ മഹാത്മാവിനോടുള്ള ഭയം ഉണ്ടായത് കൊണ്ടാണല്ലോ ഖദിൻസന വിടകൊണ്ടത്, പിരിഞ്ഞു പോയത്. അൻഹു, നബിയെയും വിട്ട്. ഖിരീതു, നിപുണനായ വഴികാട്ടി. ഖിരീത്ത് എന്താ? ഖിരീത്തിന്റെ അർത്ഥം അദ്ദലീലുൽ ഹാദിഖ്. ഖിരീത്ത് അദ്ദലീലുൽ ഹാദിഖ്, നിപുണനായ വഴികാട്ടി. സയ്യിദുനാ ജിബ്രീൽ. നോക്ക് നോക്ക് നോക്ക്, 9 മണിക്ക് അവസാനിക്കും. സറായ സുഖുൽ ഹുജ്ബ ദുനാ മുസാഹിമി ولا خادم إلا تثنى له ليت. ആ രാത്രി പുണ്യനബി നടന്നു പോയി, പുണ്യനബി മുന്നോട്ട് പോയി. യസുഖുൽ ഹുജുബ, എല്ലാ മറകളെയും മുറിച്ച് കിടന്നുകൊണ്ട്. ജിബ്രീൽ പോയി, നബി വീണ്ടും മുന്നോട്ട് പോയി. സാറ, ആ രാത്രി നബി മുന്നോട്ട് പോയി. യസുഖുൽ ഹുജുബ, എല്ലാ മറകളെയും വിട്ട് കിടന്നുകൊണ്ട് കീറി മുറിച്ച് മുന്നോട്ട് പോയി. അവിടത്തോട് തിക്കിത്തിരക്കാൻ ഒരാളുമില്ല. ഒരു സെർവന്റും ഇല്ല, ആരുമില്ല. ഞാനുണ്ട് ഒപ്പം കൂടി, തിക്കിത്തിരക്കാൻ ഒരാളില്ല. ഒരു സെർവന്റുമില്ല. ലഹു, നബിയിലേക്ക് ചുരുട്ടിയിട്ടല്ലാത്ത ലീതു, അയാളുടെ കഴുത്ത്. അതായത് എല്ലാരും കഴുത്ത് ചുരുട്ടി പോകുകയല്ലാതെ മുന്നോട്ടാരും ആ ദിവസം ഒന്നില്ല. ലീത്ത് കഴുത്ത് ഇല്ല. തസന്ന, ചുരുട്ടി മടങ്ങിപ്പോയി. ലഹു, ആ നബിക്ക് വേണ്ടി ചുരുട്ടിയിട്ടല്ലാത്ത ലീത്തും, അയാളുടെ കഴുത്ത്. ഖാദിമിലേക്ക്. ഒരു ഖാദിമും അന്ന് നബിയുടെ കൂടെ ഇല്ല. ഈ ഖാദിമൊക്കെ ഉണ്ടായി. ഒരു ഖാദിമും ഇല്ല. തസന്ന, ചുരുട്ടി മടക്കി പോയിട്ടല്ലാതെ ലീത്തു, അയാളുടെ കഴുത്തും മടക്കി അയാൾ ചുരുട്ടി പോയിട്ടല്ലാതെ ഒരു ഖാദിമും അന്ന് നബിയുടെ കൂടെ ഉണ്ടായില്ല. പിന്നെ മനസ്സിലായില്ല മോനെ? മനസ്സിലായില്ല? അർത്ഥം എഴുതിയേക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒന്നുകൂടി നോക്ക്. ജീമിന് അവിടുന്ന് അടുത്തു. പിന്നെ സമീപസ്ഥനായി. ദൂന കൈഫിൻ, അതെങ്ങനെയാണായത് എന്ന് പറയാനാവില്ല. ഇന്നഹു, തീർച്ചയായും കാര്യം. ഈ ദുനുവും തദല്ലിയത്തും, അത് രണ്ടിനെ തൊട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അൽ ജബറൂത്തു, ജബറൂത്തിന് പോലും. പിന്നെണ്ടോ നിങ്ങൾക്ക്? നബി എങ്ങനെ അടുത്തു, എത്രത്തോളം നബി അടുത്തിട്ടുണ്ട് അള്ളാഹുവിലേക്ക് എന്ന് ആ ദിവസം ആർക്ക് മനസ്സിലായിട്ടില്ല? ജബറൂത്ത് മണ്ഡലത്തിന് പോലും മനസ്സിലായിട്ടില്ല. പിന്നെണ്ടടാ 3.5 ഫൂട്ടുള്ള മൂത്തേർത്തേറിന്. ഈ രണ്ടിനെ തൊട്ടും തകാസറ, ബുദ്ധി കുറഞ്ഞ് മനസ്സിലാകാതെ ചുരുങ്ങിപ്പോയിട്ടുണ്ട്. അൽ ജബറൂത്തു, ജബറൂത്ത് പോലും. അള്ളാഹുവിന്റെ ജബറൂത്തി മണ്ഡലത്തിന് പോലും അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിലേക്ക് എത്ര തദല്ലിയായിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടില്ല. എത്ര അടുത്തും നബി അടുത്തു. സമീപസ്ഥനായി. പിന്നെ നോക്കാ പറഞ്ഞേ, നോക്ക്. ദൂന കൈഫിൻ, എങ്ങനെയെന്ന് പറയാനാവാത്ത വിധത്തിൽ. അതെങ്ങനെയാണ് നബി അള്ളാഹുവിലേക്ക് അന്ന് സമീപസ്ഥനായത് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. എങ്ങനെ കഴിയുന്നു?
നമുക്കറിയണ്ടേ? പിന്നെ ഫഇന്നഹു തീർച്ചയായും കാര്യം തകാസറ അൻ ഹദൈനിക ആ രണ്ടിനെ തൊട്ടും തകാസറ ആ രണ്ടിനെ തൊട്ടും മനസ്സിലാക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. ആർക്ക്? അൽ ജബറൂത്തു അള്ളാഹുവിന്റെ ജബറൂത്ത് മണ്ഡലത്തിന് പോലും എത്രത്തോളം അന്ന് നബി അള്ളാഹുവിലേക്ക് അടുത്തിട്ടുണ്ട് എന്ന് അറിയില്ല. പിന്നെ നിനക്കെങ്ങനെ അറിയും? ഹദൈനിക ആ രണ്ടിനെ തൊട്ടും. ഏതാണ് രണ്ട്? ദനാഫത്തതല്ല, ദുനുവും തദല്ലിയത്തും. അത് രണ്ടിന്റെയും വെർബുണ്ട് എടുക്കുക. ദന അടുത്തു, അപ്പൊ തദല്ല സമീപസ്ഥനായി. അപ്പൊ ആ ദുനുവും തദല്ലിയത്തുണ്ടല്ലോ, അതാണ് ഹാദൈനി. ഒന്ന് നോക്ക് മക്കളെ, മനസ്സിലായില്ലേ? ഗ്രാമർ പഠിച്ചോത് ശ്രദ്ധിക്കണം ഈ പറയുന്നൊക്കെ. ഒന്ന് നോക്കണേ. സാറായ ശുഖുൽ ഹുജുബ ദുനാ മുസാഹിമി വലാ ഖാദിമിൻ ഇല്ലാ തസന്നാ ലഹു ലീതു തനാഫാത ദല്ലാദൂന കൈഫിൻ ഫഇന്നഹു തഖാസറ അൻ ഹാദൈനികൽ ജബറൂതു. ദനാ നബി അടുത്തു, ഫതല്ല അവിടുന്ന് സമീപസ്ഥനായി റബ്ബിലേക്ക്. ദൂന കൈഫിൻ എങ്ങനെയെന്ന് ഒരു സാധാരണ സൃഷ്ടിയായ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ. അതിനൊരു കൈഫ് നമുക്ക് പറയാൻ കഴിയില്ല. അതെങ്ങനെ ഇനി നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഇന്നവും എന്തുകൊണ്ടെന്നാൽ നമുക്കത് മനസ്സിലാക്കാനും പറയാനും കഴിയാത്ത, നമുക്ക് മനസ്സിലാക്കാനും കഴിയില്ല നബി എത്രത്തോളം അള്ളാഹുവിലേക്ക് അന്ന് തദല്ലിയായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? തഖാസറ ഹദൈനിക ഈ ദുനുവും തദല്ലിയത്തും, ഈ അടുക്കലും സമസ്തനാവുമെന്ന രണ്ട് കാര്യം, ഹദൈനി ആ രണ്ട് കാര്യത്തിനെ തൊട്ടും മനസ്സിലാകാതെ പോയിട്ടുണ്ട്. അൽ ജബറൂത്ത് മണ്ഡലത്തിന് പോലും, അള്ളാഹുവിന്റെ മഹാലോകമായ ജബറൂത്തിന് പോലും ഒരാൾ ജബറൂത്തിനോട് വന്ന് ചോദിച്ചു, അന്ന് നബി അള്ളാഹുവിലേക്ക് എത്ര അടുത്ത്? ആർക്കറിയില്ല. ജബറൂത്തിനറിയാം, പിന്നെ നിനക്കും എനിക്കും അറിയണം. മനസ്സിലായില്ല കുട്ടികളെ? മനസ്സിലായില്ലടാ? ഒന്നുകൂടി അർത്ഥം വെക്ക്. നോക്ക് എഴുതി വെക്ക്. ഞാൻ ഈ പറഞ്ഞ പിന്നെ കിട്ടൂല, അതുകൊണ്ടാണ് പിന്നെ ബുദ്ധിമുട്ടും, അതുകൊണ്ടാണ് ഞാൻ എഴുതി വെക്ക് എന്ന് പറയുന്നത്. നോക്ക് تقاصر عنها ذينك الجبروت فسر سرى للسر بالسر وحده فما ثلم إلا الحق والسر له فسر الله السر سرى ആ രാത്രി നടന്നു ബിസ്സിരി രഹസ്യത്തിലേക്ക്. അന്ന് രഹസ്യത്തിലേക്ക് നടന്നു. ബിസ്സിരി സിർ കൊണ്ട് നടന്നു. അതെങ്ങനെ നമുക്ക് പറയാൻ കഴിയൂല. അത് അന്ന് സിറിലേക്ക് സിറ് കൊണ്ട് നടന്നിട്ടുണ്ട്. ആരാ സിറ്? സിറുൻ അന്ന് രഹസ്യം. അന്ന് അതാരാ രഹസ്യം? നബി. പിന്നെ സെറ ആ രാത്രി നടന്നു. പിന്നെ ലിസിരി സിറിലേക്ക്. ആരാണ് ആ സിറ്? അല്ലാഹു. അടുത്ത രഹസ്യം ബിസിരി സിറിലൂടെ നടന്നു. അന്ന് രഹസ്യത്തിലേക്ക് രഹസ്യത്തിലൂടെ നടന്നു. നമ്മക്കറിയില്ല എന്താ വർത്താനം. അന്ന് മനസ്സിലായില്ല. ഇതാണടാ പഠിക്കണ്ടത്. ഇത് പഠിച്ചാലേ, അത് പഠിച്ചിട്ട് ആ കുലാവി കുടിച്ച ആ കുലാവി ഇബാദത്താണ്. മൗലൂദ് ഓതിയിട്ടുണ്ടല്ലോ ഒരു പായസം കിട്ടുന്നത്, ആ പായസം കുടിക്കൽ ഇബാദത്താണ്. എന്തുകൊണ്ട്? നമ്മുടെ മനസ്സ് നിറയാ. ഒറ്റക്ക് ആരുമില്ല, ഒരാളും ഒന്നില്ല. അതൊക്കെ ഒന്ന് കാണാതെ പഠിച്ചാ മോട്ടോർ സൈക്കിളിന് പോകുമ്പോ ഒരു രാഹത്തുണ്ടാവും. അറിയൂല, മുത്തശാബിഹായ ആയത്തിൽപ്പെട്ടതാണ്. അത് എത്ര നമുക്ക് പറയാൻ അറിയില്ല, ഒന്നും പറയാൻ കഴിയൂല. മോഹം അതിനൊക്കെ നൂറുകണക്കിന് അർത്ഥം വെച്ച മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അർത്ഥമൊന്നും നമ്മക്കറിയില്ല. നമ്മളെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൈദയാണ്. ഗോതമ്പിന്റെ അവസാനത്തെ ബേസ്റ്റാണല്ലോ എന്ത്? നമ്മൾ ഖുർആന് വെക്കുന്ന അർത്ഥം മൈദയാണ്. പുറത്തു പറയണ്ട. മൈദർത്ഥം നമ്മളർത്ഥം മൈദർത്ഥം. നമ്മളെ ഖുർആൻ പരിഭാഷ മൈദയാണ്. അതുകൊണ്ടാണ് ശംസുലമനെ പോലത്തെ ആളുകൾ ഖുർആൻ പരിഭാഷപ്പെടുത്തിയതാണ്. എന്തുകൊണ്ട്? പരിഭാഷപ്പെടുത്തിയാൽ എന്തേ ആവുള്ളൂ? മൈദ. ഗോതമ്പ് തന്നെയാണ് മൈദ. പക്ഷേ ഗോതമ്പിന്റെ അവസാന ഭാഗം സിനിമാ പോസ്റ്റർ ഒട്ടിക്കാനുള്ള സാധനമാണ് എന്ത്? മൈദ. അത് നമ്മൾ വലിയ കടയിൽ തിന്നാണ്. നമ്മളെ അർത്ഥം മൈദയാണ്. പുറത്തു പറയണ്ട.
فسر سرى للسر بالسر وحده فما ثم إلا الحق والسر له فما ثم അവിടെ ഇല്ല ഇല്ല ഹക്ക് ഹക്ക് താഴെ അല്ലാതെ വസ്സിറും സിറുമല്ലാതെ ലാഹൂത്തു ആ ലാഹൂത്ത് എന്ന രഹസ്യവുമല്ലാതെ അങ്ങ് വേറെ ഒന്നുമില്ല എന്ന്. വസ്സിറു സിറും ലാഹൂത്തും വലാഹൂത്ത് എന്നും അങ്ങനെ ചേർക്കാം. അന്ന് ഹക്ക് താഴെയും ആ രഹസ്യവും പിന്നെ ഹബീബാൻ ഹക്ക് താഴെയും സിറ് മുഹമ്മദ് വലാഹൂത്ത് ആ വാവിലേച്ചക്ക് ചേർത്ത് അത്തുഫ് ചെയ്ത് ആ ലാഹൂത്തും അല്ലാതെ വേറൊന്നുമില്ല. സിറുൻ സറാലി സിർരി ബിസ്സിരി വഹദഹു فما ثم إلا الحق والسر لاهوت فيا لك من أمر هناك فمسمعي هواه حبيب الله والرسل ما أوتوا നോക്കണട്ടോ നേരെ നോക്ക് ഫമയാലക അങ്ങേ എത്രയാണ് അങ്ങേക്ക് മിൻ മർആ അന്ന് അവിടെ കാണാനുണ്ടായത് ഹുനാക അവിടത്തിൽ അന്ന് എന്തൊക്കെയാണ് അങ്ങ് കണ്ടത് മസ്മഇൻ എന്തൊക്കെയാണ് അന്ന് കേൾക്കാനുണ്ടായത് അന്ന് എവിടുന്ന് എന്തൊക്കെയാണ് അങ്ങ് കേട്ടത് എന്തൊക്കെയാണെന്ന് അങ്ങ് കണ്ടത് ഹവാഹു അതിനെ എല്ലാം ഉൾപ്പെടുത്തിയില്ലേ ആ മർആയെയും മസ്മഇനെയും എല്ലാം ഉൾപ്പെടുത്തിയില്ലേ ഹബീബുല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബ് ഉൾപ്പെടുത്തിയില്ലേ വറുസുലു മുർസലീങ്ങൾ ആർക്കും മാഊതു ആ രഹസ്യം നൽകപ്പെട്ടിട്ടില്ല. നോക്ക് ഒരു റസൂലിന് കിട്ടിയില്ല. അല്ലാഹുവിന്റെ ഹബീബിന് കിട്ടിയ ഒരു മർആയും മസ്മഉം ആ രാത്രി കിട്ടിയ ഒരു മർആയും മസ്മഉം ഒരു റസൂലിനും കിട്ടിയിട്ടില്ല. 302 ആളുകളും അതിലേക്ക് ചേർത്തിയാൽ വിവരമില്ലാത്തവർ മാത്രമാണ്. ഒന്നും കിട്ടിയിട്ടില്ല. അവര് അള്ളാഹിന്റെ ഹബീബ് എന്ന രഹസ്യത്തിൽ നിന്ന് ചുണ്ടിയിമ്പി കുടിച്ചവർ മാത്രമാണ്. അവർക്ക് ഒരു രഹസ്യവും കിട്ടിയിട്ടില്ല. നോക്ക് ഫയാലക മിൻ മർആ ഹുനാക വമസ്മഇ ഹബാഹു ഹബീബുല്ലാഹി വറുസുൽ മാഊതു ഫയാലക അങ്ങേക്ക് എത്രയാണെന്ന് കിട്ടിയത് മിൻ മർഅൻ കാണാനുള്ള അത്ഭുതങ്ങളാൽ ഹുനാക അവിടത്തിൽ വമസ്മഇൻ കേൾക്കാനുള്ള അത്ഭുതങ്ങളാലും എന്തൊക്കെയാണ് ഹവാഹു അവിടുത്തെ അങ്ങ് അതിനെല്ലാം കരസ്ഥമാക്കിയത് ആര് ഹബീബുല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബ് ആ രാത്രി എന്തൊക്കെ രഹസ്യങ്ങളാണ് കണ്ടത് എന്തൊക്കെ രഹസ്യങ്ങളാണ് കേട്ടത് വറുസുലും ഒരു മുർസലീങ്ങൾക്കും മുർസലീങ്ങളിൽ ആർക്കും മാ ഊതു ആ രഹസ്യമൊന്നും നൽകപ്പെട്ടിട്ടില്ല. പറയാൻ ഞാൻ അർത്ഥമൊക്കെ തന്നെ പറഞ്ഞു. പിന്നെ എങ്ങനെ കിട്ടുക? മുർസലിങ്ങൾക്കാർക്കും മാഊത്തു ആ രഹസ്യമൊന്നും നൽകപ്പെട്ടിട്ടില്ല. ഈ ആളെ എവിടെ ചവിട്ടിക്കണത്? അർശിന്റെ അപ്പുറത്ത്. അപ്പൊ ആരാ ഇയാൾ? അവസാനിപ്പിക്കുക. വർക്ക ചെല്ലി പഠിക്കട ചങ്ങായി. فأين أطوى من ذا وأين كليمه وأين الذي ناجى ومسجده الحوت. ഈ ക്ലാസ് നഷ്ടപ്പെട്ടവർക്ക് നഷ്ടമാണ്. ആർക്കും നഷ്ടമാണ്. ഈ ഈമാൻ വാരി കൂട്ടാനുള്ള ക്ലാസ്സാണ്. അതിന്റെ മംബഉൽ ഈമാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ വാരിക്കൂട്ടിയാൽ ഈമാൻ ഉണ്ടാവും. ഈമാൻ അള്ളാഹു തുറന്നു തരട്ടെ. ആ വരികളൊക്കെ ഒന്ന് ചൊല്ലി ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ ബുധനാഴ്ച ഞാൻ ഓടിച്ചു പറഞ്ഞുതരാം. നേതാവ് പിന്നെ അതാത്തിന്റെ കണ്ണാടിയാണ് മിർആത്ത്. ആ കണ്ണാടിയിൽ നിന്നാണ് ഉന്നതമായ അധികാരമണ്ഡലങ്ങൾ അള്ളാഹ് പടച്ചത്. മലക്കൂത്തിനെയും ആ പുണ്യ റസൂലിന്റെ റഹ്മത്തിൽ നിന്നാണ് പഠിച്ചത്. പിന്നെ അർശും ഫർശുമെല്ലാം അവിടുത്തെ ചെരിപ്പ് വെക്കാനുള്ള സ്ഥലം മാത്രമാണ്. മെല്ലെ പതുങ്ങി പുറകോട്ട് പോയി. അൻഹു ആ നബിയെയും വിട്ട് ഖരീത്തുൻ നിപുണനായ വഴികാട്ടി. ഖരീത്ത് എന്താർത്ഥം? നിപുണനായ വഴികാട്ടി. لذا كاسرى والفرش موطئ عليه ومن هيبة قد ثنى عنه غريت وسارى يشق الحجب دون مزاحم ولا خادم إلا تثنى له ليت. ആ ഇൻസനന്റെ അതേ അർത്ഥത്തിന് തന്നെയാണ് ഇവിടെ തസന്നയും പ്രാസൊപ്പിച്ചെന്നേ ഉള്ളൂ. ഇല്ല തസന്ന ചുരുട്ടി മടക്കി പോയിട്ടല്ലാതെ ലഹു ആ നബിയെ വിട്ട് ചുരുട്ടി മടക്കി പോയിട്ടല്ലാതെ ലേക്ക് ആ നബി ലീത്തു തന്റെ കഴുത്ത് ചുരുട്ടി മടക്കി പോയിട്ടല്ലാത്തൊരു ഖാദിം വന്നില്ല.
لنا فاتدلادون كيف فإنه تقصر عن هذيك الجبروت فسر سرى للسر فسر അപ്പോൾ എന്നിരിക്കവേ രഹസ്യം സറ ആ രാത്രി നടന്നു ബിസ്സിരി രഹസ്യത്തിലേക്ക് ബിസ്സിരി രഹസ്യത്തിലൂടെ രഹസ്യത്തിലൂടെ നടന്നു وحده ഒറ്റക്ക് فما ثم إلا الحق والسر له فيا لك من مرأ هناك ومسمعي هواه حبيب الله والرسل ما أوتوا فأين أطوى من ذا وأين كليمه وأين الذي ناجى ومسجده الحوت ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل ربنا ഞങ്ങൾക്ക് മുസ്തഫ നബിയെ ഖൽബിലേക്ക് ഇട്ടു തരണമേ റബ്ബേ